ഞാനും നിങ്ങളും അല്ലാഹുവേ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ഈസാ നബിയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ അംബിയാ മുർസലീങ്ങൾ എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമല്ലോ. അബൂജഹൽ ഉണ്ടാകുമല്ലോ, ഫിർഔൻ ഉണ്ടാകുമല്ലോ, ഖാറൂൻ ഉണ്ടാകുമല്ലോ, നമ്രൂദ് ഉണ്ടാകുമല്ലോ, സാക്ഷാൽ ഇബ്ലീസ് ഉണ്ടാകുമല്ലോ. എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിങ്ങനെ നിൽക്കുമ്പോ പ്രവാചകൻ പറയുന്നു, സ്വഹാബാ, ഒരു വിഭാഗം ജനങ്ങൾ തന്റെ പിരടിയിൽ വാള് വെച്ചുകൊണ്ട് തന്റെ പിരടിയിൽ ഇങ്ങനെ കഴുത്തിന്റെ പുറകിൽ ഇങ്ങനെ വാള് വെച്ചിട്ട് ശരീരത്തുകൂടെ ഇങ്ങനെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം വരും. സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂൽ വിടന്നു പറയുകയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വിഭാഗം ജനങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അതാ കഴുത്തിൽ വാള് വെച്ചിട്ട് ആ വാളിലൂടെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. അവരോടി വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അതാ രക്തമൊലിപ്പിച്ചുകൊണ്ട് കടന്നു വന്നിട്ട് അതാ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അവരിങ്ങനെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് തിരുതിയിലോടുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും നിന്നുരുകുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസം കബറിന്റെ അകത്ത് നിന്ന് കഴുത്തിൽ വാള് വെച്ചുകൊണ്ട് അതാ രക്തമൊലിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം ഓടുകയാണ്. അവർ റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക്, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ കടന്നുകൊണ്ട് അവർക്ക് വിചാരണയില്ല, ഹിസാബില്ല. അല്ലാഹു അവരോടൊരു ചോദ്യവും ചോദിക്കാതെ അവര് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നത് കാണുമ്പോൾ മുത്തുനബി പറയുകയാ, എല്ലാവരും ചോദിക്കുകയാണ്, ആരാണിവർ? പടച്ചവനെ വിചാരണയില്ലാതെ അല്ലാഹു ഒന്നും ചോദിക്കാതെ അല്ലാഹുവേ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തുകൂടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു വിഭാഗത്തെ കാണുമ്പോ അവിടെന്ന് ചോദിക്കുന്നു, ഫഖീല മൻ ഹൗലാ, ആരാണീ പോകുന്ന വിഭാഗമാരാ? ആ സമയത്ത് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, ഖീല അശ്ഹദാ, അവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. അവരാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ നമ്മൾ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ വെച്ചിരിക്കുന്ന കാല് പോലും ചലിപ്പിക്കാതെ സർവ്വരും അവിടെ ഉണ്ട്, എല്ലാരും ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടെ വെച്ച് ഫിർഔനിനെ കാണാം, നമ്രൂദിനെ കാണാം, അബൂജഹലിനെ കാണാം, മുത്തുബത്തും ഷൈബത്തും എല്ലാരും അവിടെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയം കഴുത്തിൽ വാള് വെച്ചുകൊണ്ട് ആ കഴുത്തിൽ വെച്ചിരിക്കുന്ന വാളിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ ഒരു വിഭാഗം തിറുതി കാണിച്ചു സ്വർഗത്തിൽ പോവാ. വിവിഐപികളെ പോലെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കേറി പോകുന്നത് കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് ചോദിക്കും, ഇവരാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവര് ശുഹദാക്കളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അവര് ശുഹദാക്കളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുഹദാക്കളാരാ? രക്തസാക്ഷികളാരാ? ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് രക്തസാക്ഷികളെ അറിയാം. ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ രക്തസാക്ഷികൾ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പത്രങ്ങൾ നോക്കുമ്പോ, പത്രങ്ങളിൽ ഇപ്പൊ വാർത്തയെടുത്ത് നോക്കുമ്പോ രക്തസാക്ഷികൾ റോഡിൽ പോസ്റ്റർ അടിച്ചു വെച്ചിട്ടുണ്ട്, രക്തസാക്ഷികൾ. എത്ര എണ്ണവാ പോകുന്നില്ല? ഈ അടുത്തായിട്ട് കുറെ പോയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വല്ല കുറവുണ്ടോ? രക്തസാക്ഷികൾ, നമ്മൾ കാണുന്ന രക്തസാക്ഷികൾ ഇടാ. എടാ, കൊല്ലുന്നവൻ അറിയത്തില്ല ഞാൻ എന്തിനാ ഇവനെ കൊന്നത്, ചത്തവൻ അറിയത്തില്ല ഞാൻ എന്തിനാ ചത്തത്. ഇതവസ്ഥ. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. പക്ഷെ നമ്മൾ അറിയണമല്ലോ ആരാണ് ശുഹദാക്കൾ, ആരാ?
രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ ഇങ്ങനെ ഒരു പോസ്റ്റർ എടുത്ത് ഒട്ടിക്കാനും അല്ലെങ്കിൽ ഒരു സ്തൂപം ഉണ്ടാക്കി വെക്കാനും അതൊന്നുമല്ല. ആരാണ് യഥാർത്ഥ രക്തസാക്ഷി എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ആരാണ് രക്തസാക്ഷികൾ ആരെന്നറിയുമോ? ഷഹീദായവരാരെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ, അവരെ നിങ്ങൾ മരിച്ചവരെന്ന് പറയാൻ പാടില്ല. അള്ളയാ പറഞ്ഞത്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വീരമൃത്യു വരിച്ചവരുണ്ടല്ലോ, അവരും മരിച്ചുപോയെന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അവരും മരിച്ചുപോയെന്ന്. സിറാജ് മരിച്ചു, അല്ലെങ്കിൽ പള്ളി നമ്മളിങ്ങനെ പറയുമല്ലോ, എല്ലാരും മരിച്ചു മരിച്ചു എന്നാണ് നമ്മൾ പറയാറ്. ആര് മരിച്ചാലും നമ്മൾ പറയും സിറാജ് മരിച്ചു, അല്ലെങ്കിൽ ഷാജി മരിച്ചു, അല്ലെങ്കിൽ അൻസാരി മരിച്ചു, അല്ലെങ്കിൽ മുസമ്മിൽ മരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പേരെങ്ങനെ മരിച്ചു എന്നാ പറയുന്നത്? എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഷഹീദായവർ, പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ചവര് നിങ്ങളും മരിച്ചു എന്ന് പറയല്ലേ. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാ, അവര് പടച്ച റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ പെട്ടെന്ന് ഇതങ്ങ് വിശ്വസിക്കാൻ നമ്മളിൽ പലർക്കും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഷഹീദായവര് പടച്ചവനെ അതാ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ട് അവരുടെ ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോ പലരും പറയുന്ന ചില വാക്കുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിലും രക്തസാക്ഷികൾ ജീവിച്ചിരിക്കുന്നവരാ. അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്.